ഈ മരത്തിലേക്ക് പറന്നെത്തുന്ന പക്ഷികളെപ്പോലെ ഒരൽപ്പം തണലിനായി തേവര സേക്രഡ് ഹാർട്ട് കോളേജിലെ ജീസസ് യൂത്ത് എന്ന തണൽ മരത്തിലേക്ക് എല്ലാ ബുധനാഴ്ചയും രാവിലെ ഏതാണ്ട് 80ഓളം അഗതികൾ കടന്നുവരാറുണ്ട്. അന്തിയുറങ്ങാൻ സ്വന്തമായി വീടില്ലാത്തതിനാൽ കൊച്ചി നഗരത്തിലെ റെയിൽവേ സ്റ്റേഷനിൽ കടത്തിണ്ണയിൽ രാത്രി തള്ളി നീക്കുന്ന യാചകരാണ് ഇവരിൽ ഭൂരിഭാഗവും. സ്വന്തം ഭർത്താവും മക്കളും ഉപേക്ഷിച്ച് ആരാരുമില്ലാത്ത 30ഓളം സ്ത്രീകളും ഇങ്ങനെ ഇവിടെ വരുന്നവരിൽ ഉൾപ്പെടും. ആഴ്ചയിൽ ഒരു ദിവസം ലഭിക്കുന്ന കുറച്ച് രൂപയ്ക്കും ഒരു നേരത്തെ ആഹാരത്തിനുമായി സേക്രഡ് ഹാർട്ട് മൊണാസ്ട്രി എന്ന തണൽ മരത്തിലേക്ക് വന്നു നിൽക്കുന്ന കാഴ്ച അങ്ങേയറ്റം ദയനീയമാണ്. കോളേജിലെ ഒരു പറ്റം കുട്ടികളുടെ ഇത്തരം പ്രവർത്തനങ്ങളിൽ ആകർഷകരായി തേവരയിലെ വിൻസെന്റ് ഡി പോൾ എന്ന സംഘടന ബുധനാഴ്ച രാവിലെ എത്തുന്ന അതിഥികൾക്കായി പ്രഭാത ഭക്ഷണം നൽകാൻ തുടങ്ങി. ഭക്ഷണത്തിനു ശേഷം ഇവർക്കൊപ്പം സൗഹൃദ സംഭാഷണങ്ങളിൽ ഏർപ്പെടുകയും പാട്ടും കളികളുമായി അവരെ സന്തോഷിപ്പിക്കാനും സമയം കണ്ടെത്തി. നല്ല വസ്ത്രങ്ങൾ ഇല്ലാതിരുന്നവർക്ക് വീടുകൾ തോറും കയറിയിറങ്ങി വസ്ത്രങ്ങൾ നൽകി. പുതുതലമുറ അധപ്പതിച്ചു പോയി എന്ന് പറഞ്ഞ് തരം താഴ്ത്തിയവർക്ക് തെറ്റി. ആർക്കും പ്രാവർത്തികമാക്കാവുന്ന ഉത്തമ മാതൃക ഇവരിതാ നമുക്ക് കാട്ടിത്തന്നിരിക്കുന്നു. നല്ല ഭക്ഷണത്തിനും നല്ല ഉടുപ്പിനുമായി ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. കൂട്ടുകാർക്കും കുടുംബത്തിനുമൊത്ത് മാളുകളിലും പാർക്കുകളിലും നടന്ന് ഉല്ലസിക്കുവാൻ നമുക്കേറെ ഇഷ്ടവുമാണ്. എന്നാൽ തേവര കോളേജിലെ തണൽമരത്തിലെ കുട്ടികൾ അവരുടെ കൈകളിൽ കോർത്തുകൊണ്ടുപോയത് കൂട്ടുകാരെയോ കൂട്ടുകാരികളെയോ അവർക്ക് വേണ്ടപ്പെട്ടവരെയോ ആയിരുന്നില്ല. മറിച്ച് ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത നല്ല വസ്ത്രങ്ങളില്ലാത്ത പാവപ്പെട്ട ഒരു കൂട്ടം പച്ച മനുഷ്യരെയാണ്. യാത്ര ചെയ്യാൻ ബൈക്കും കാറുമില്ല, ബ്രാൻഡഡ് വസ്ത്രങ്ങളില്ല, ലേറ്റസ്റ്റ് റെസ്റ്റോറൻറ്റിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പരാതി പറഞ്ഞ് മാതാപിതാക്കളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന പുതുതലമുറയ്ക്ക് വേണ്ടി അതേ തലമുറയിൽപ്പെട്ട ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. കൊച്ചിയിലെ ലുലു മാൾ സാധാരണക്കാർക്കടക്കം സുപരിചിതമായ ഒരിടം. വെറുതെയാണെങ്കിലും ഒന്നും തന്നെ മേടിച്ചില്ലെങ്കിൽ കൂടി ഈ മായാലോകം കാണാൻ നമ്മളെല്ലാവരും തന്നെ ആഗ്രഹിക്കുകയും അതുപോലെ തന്നെ പലതവണ പോയിട്ടുമുണ്ടാകും. എന്നാൽ ഇതിൻ്റെ മുന്നിൽ കൂടി പോയിട്ടുണ്ടെന്നല്ലാതെ അകത്തേക്കൊന്ന് കയറാൻ സാധിക്കാത്ത കുറച്ച് പാവപ്പെട്ട മനുഷ്യരെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. വൈപ്പിങ്കര മാലിപ്പുറം അങ്ങനെ ജോലിമാരി പോകാനായിട്ട് എൻ്റെ പൈസ ഒന്നും ഉണ്ടായില്ല പോകാൻ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പോകാൻ എനിക്ക് നിവൃത്തിയൊന്നുമില്ല. ഞാൻ പണിക്കൊന്നും പോണില്ല. പിന്നെ പള്ളിയിലെ സഹായം കൊണ്ടൊക്കെയാണ് ഞാൻ ജീവിതം കഴിഞ്ഞ് പോണത്. വേറെ കെട്ടിയതിന് സുഖമില്ല. നമുക്ക് പോകാൻ ആഗ്രഹമില്ലാണ്ട് അച്ഛനിങ്ങനെ കൊണ്ടുപോകാൻ താല്പര്യമിട്ട് എൻ്റെ വീട്ടിൽ പോകാൻ പറ്റുന്നുണ്ട്. ലുലുമാളൊന്ന് കാണണമെന്ന് ആഗ്രഹം കൊണ്ട് കേട്ടിട്ടുണ്ട്. കാണാൻ പോകാനുള്ള ഒരു ഇതില്ലാത്ത കാരണം കൊണ്ടാണ് അവർ കൊണ്ടുപോകുന്നു. നമ്മളത് കാണാൻ വളരെയധികം ആകാംക്ഷിക്കുന്നു. ഇതിനു മുമ്പ് വേറൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. അതിനുള്ള അനുഗ്രഹം ദൈവം തന്നിട്ടുമില്ല. ജീവിതത്തിൽ ഇന്നേ വരെ കാണാത്ത ചില കാഴ്ചകൾ കാണാൻ പോകുന്നതിൻ്റെ സന്തോഷം ഇവരുടെ എല്ലാ മുഖത്ത് പ്രകാശിക്കുന്നുണ്ട്. ഭീമമായ ലോകത്തെ കണ്ടും കേട്ടും അത്ഭുതത്തോടെ അറിഞ്ഞു വളർന്നു വരുന്ന കുട്ടികളെപ്പോലെ പുതിയ കാഴ്ചകളെ പുൽകാനുള്ള ആകാംക്ഷാഭരിതമായ ഒരു യാത്രയാണിത്. ആടിയും പാടിയും മനസ്സു നിറഞ്ഞ് സന്തോഷിച്ച് ആ യാത്ര അവർ ആഗ്രഹിച്ച സ്ഥലത്ത് വന്നു നിന്നു. കുളിർമയേകുന്ന കാഴ്ചകളെ തിരഞ്ഞ് നിരവധി കണ്ണുകൾ തലങ്ങും വിലങ്ങും പാഞ്ഞു. നിഷ്കളങ്കമായ ചിരിയോടെ ഏറ്റവും സന്തോഷപൂരിതമായ നിമിഷങ്ങൾ പലരും പരസ്പരം അനുഭവിച്ചറിഞ്ഞു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത നിഷ്കളങ്കമായ ഈ കാഴ്ചകൾ കണ്ടറിഞ്ഞവർ എത്രയോ ഭാഗ്യവാന്മാർ. എന്തെല്ലാമായിരിക്കും ഈ മനുഷ്യരുടെ മനസ്സിൽ കൂടി കടന്നുപോയിട്ടുണ്ടാവുക. കുറച്ചു സമയം അത്യപൂർവമായ കാഴ്ചകളിൽ മനം നിറഞ്ഞ് അവരങ്ങനെ നിന്നു. നല്ലൊരു സിനിമ കാണുക എന്നതാണ് അടുത്ത ലക്ഷ്യം. തേച്ചുമിനുക്കിയ പുത്തൻ തിരശീലയിൽ മനോഹരമായൊരു ദൃശ്യാനുഭവം മനസ്സിൽ പകർത്തി അതിയായ സന്തോഷത്തോടെ തിരിച്ചിറങ്ങി നടന്നു. ഈ സുവർണ നിമിഷങ്ങൾ സാക്ഷാത്കരിക്കാൻ സഹകരിച്ച ഒരുപാട് നല്ല മനസ്സുകളും
തണൽമരത്തിൻ്റെ കുട്ടികളോടൊപ്പം ഉണ്ടായിരുന്നു. We've seen the commitment of our students in SS College over the past couple of months, the way they have been caring and doing things for the less fortunate people around our college campus. In fact, this was an initiative developed to have the compassion amongst children, also to create an empathy among children. They, as they acquire knowledge, they also need to apply what they have learned with an element of compassion and empathy. ആരാരുമില്ലാതെ വഴിയരികിലും കടത്തണ്ണകളിലും കഴിയുന്ന ആളുകളാണ് അവർക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റിയതും ഇത് അവരുടെ ഇതിന് ഒരു അവസരം തെളിഞ്ഞു കിട്ടിയതും ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹമായി അതിനൊരു കാരണക്കാരായി മാറാൻ കഴിഞ്ഞത് റോട്ടറി ക്ലബ്ബ് കൊച്ചിൻ ഡൗൺ ടൗണിനും ഒരു അഭിമാന നിമിഷമായി ഞാൻ കരുതുന്നു. സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോഴുണ്ടായ സന്തോഷം ഇരട്ടി മധുരമായി മാറിയത് മറ്റൊന്നും കൊണ്ടല്ല, അവർക്കായി ഭക്ഷണമൊരുക്കിയ റെസ്റ്റോറൻറ്റ് കണ്ടിട്ടായിരുന്നു. ആഗ്രഹിച്ചതിനേക്കാൾ ഒരു പടി മുകളിൽ നല്ലൊരു ഉച്ചഭക്ഷണം കുട്ടികൾ ഇവർക്കായി ഒരുക്കി. ഈ ചിരികൾ മാത്രം മതി എത്രമാത്രം ഇവർ ഈ നിമിഷങ്ങളെ സ്നേഹിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ. വയറു നിറയ്ക്കുന്ന ഭക്ഷണത്തെക്കാൾ ഉപരി മനസ്സു നിറയ്ക്കുന്ന ചിരികൾ തന്നെയായിരുന്നു ഇവിടെ ആകെ നിറഞ്ഞു നിന്നിരുന്നത്. തണൽമരത്തിലെ ഓരോ കുട്ടികളും അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു. സ്വന്തം മക്കളും മരുമക്കളും ഉപേക്ഷിച്ച നിരവധി പേരും ഈ കൂട്ടത്തിലുണ്ട്. ഒരു നിമിഷത്തേക്കെങ്കിലും സ്വന്തം മക്കളെ ഇവർ ഓർത്തിട്ടുണ്ടാകാം. സ്വന്തം മക്കളുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കാത്ത ഏതു മാതാപിതാക്കളുണ്ട്? സന്തോഷപൂർവ്വം ഭക്ഷണം കഴിക്കുന്ന അമ്മമാരുടെ ചിരി നമ്മുടെ മനസ്സിൽ നിന്നും മായാതിരിക്കട്ടെ. സഹതാപത്തിൻ്റെ പേരിലല്ല, മറിച്ച് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ഈ കുട്ടികളെ പ്രേരിപ്പിച്ച നല്ല മനസ്സിനെ പുതുതലമുറകൾ കണ്ടു പഠിക്കട്ടെ. വീടില്ല ഞങ്ങൾ ഇപ്പോൾ വാടകയ്ക്കാണ് താമസം. അവിടെ നിന്ന് പുറത്തായിട്ട് ഇപ്പോൾ ചേട്ടൻ പുറത്താണ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ വേറെ ഒരുത്തങ്ങ വീട്ടിലാണ് കിടക്കുന്നത് ഇരിക്കുന്നതെല്ലാം. ഞാൻ കൂലിപ്പണി എടുത്തിട്ടൊക്കെയാണ് ജീവിക്കുന്നത്. സുഖമില്ലാതായി ഒരുപാട് ആസ്പത്രിയിലൊക്കെ കിടന്നു. സുഖമില്ലാതായപ്പോൾ ഒരു മാർഗ്ഗം ഇല്ലാതായി. അപ്പോൾ ഈ ലുലു മകളൊക്കെ കാണുമ്പോൾ വലിയൊരു സന്തോഷമാണ്. അവിടെ നിന്ന് വന്ന് കാണണം. എല്ലാവരും ഒന്ന് ഒരു എപ്പോഴും ദുഃഖിച്ച് തന്നെ ഇരിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു സന്തോഷം. ചിലർ ഈ മനുഷ്യരെയെല്ലാം അത്ഭുതത്തോടെ നോക്കുകയും പലരോടും കാര്യങ്ങൾ തിരക്കുകയും ചെയ്തു. തങ്ങളാൽ കഴിയുന്ന സഹായം വാഗ്ദാനം ചെയ്തവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഞാൻ ലുലുവിലേക്ക് ഇപ്പോൾ ഒരു 5-6 തവണ ഞാൻ വന്നിട്ടുണ്ട് ഇതിനു മുമ്പ്. ലുലു ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒരു ചിൽ സ്പോട്ടായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരും, സിനിമ കാണാറുണ്ട്, ചിലപ്പോൾ കുറച്ച് പർച്ചേസിങ്ങും ഷോപ്പിംഗ് എല്ലാം നടത്താറുണ്ട്. ഇവിടെ വന്നപ്പോൾ അറിയുന്നത് SS കോളേജിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, കുറച്ച് പാവപ്പെട്ടവരെ ലുലുവിലേക്ക് കൊണ്ടുവരുന്നത്. അത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. നമുക്കൊക്കെ ഒത്തിരി എവറി ഡേ തിങ് ആണ്. നമ്മൾ മോളിൽ വരുന്നു, എൻജോയ് ചെയ്യുന്നു, ആൻഡ് സ്പെൻഡിങ് മണി ആൻഡ് എവറിത്തിങ്. പക്ഷേ അതിനൊരു ചാൻസ് കിട്ടാത്ത ഒത്തിരി പേരുണ്ട്. എസ്പെഷ്യലി ഒന്നും ലൈക്ക് പൂറായിട്ട് ആൾക്കാർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ കോളേജ് സ്റ്റുഡൻസ് ഇനീഷ്യേറ്റീവ് എടുത്ത് ഐ തിങ്ക് ഇറ്റ്സ് വെരി ഗുഡ് ആൻഡ് ലൈക്ക് just to bring a smile on their face and they can have a look around. So it should be like it's very good for them. വയറും മനസ്സും നിറഞ്ഞ സന്തോഷത്തിൽ കുട്ടികളോടൊപ്പം പുതിയ കാഴ്ചകൾ തേടി അവരിറങ്ങി. പല കാഴ്ചകളും വീണ്ടും വീണ്ടും നോക്കി പലയിടത്തേക്കായി മാറി മറിഞ്ഞു. ഈ കാഴ്ചകളെല്ലാം ഇവരെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടാകാം. ഓരോ പുതിയ കാഴ്ചകളെപ്പറ്റിയും കുട്ടികളോട് ചോദിച്ചറിഞ്ഞ് അവയെ സ്വന്തമാക്കാൻ തിടുക്കത്തോടെ യാത്രയായി. പ്രതീക്ഷിക്കാതെയുള്ള ഒരു സമ്മാനം ഓരോരുത്തരെയും തേടിയെത്തി. ലുലു മാളിൽ വരുന്ന ഭൂരിഭാഗം ആളുകളും പർച്ചേസ് ചെയ്യുന്നതുപോലെ ഒരവസരം. ഓരോരുത്തർക്കും 500 രൂപ വീതവും ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും ഇഷ്ടമുള്ളതെന്തും വാങ്ങാനുള്ള സ്വാതന്ത്ര്യവും. കുറച്ചമ്മമാർ ഒന്നും വാങ്ങാതെ ആ നോട്ട് കൈക്കുള്ളിൽ ചുരുട്ടിപ്പിടിച്ചു. ഇത്രയും മനുഷ്യരെ ഇതുപോലെ സന്തോഷിപ്പിക്കാൻ ഈ കുട്ടികൾക്ക്
എങ്ങനെ കഴിഞ്ഞു? കോളേജിലും പരിസരങ്ങളിലും പാഴ്വസ്തുക്കളായി കിടന്നിരുന്ന പഴയ പാട്ടകളും പ്ലാസ്റ്റിക്കുകളും സ്വരുക്കൂട്ടിയാണ് ഈ ഉദ്യമത്തിന് പണം കണ്ടെത്തിയത്. കുട്ടികളുടെ പാട്ടുകളെ പ്രോത്സാഹിപ്പിച്ചും കൂടെ പാടിയും പരിസരം മറന്നും അമ്മമാർ താളം പിടിച്ചു. ഇവിടെ ഇന്ന് ഈ ലില്ലി മോളിൽ വരാൻ സാധിച്ചതിന് വളരെ സന്തോഷം. ഞങ്ങളുടെ കൂട്ടായ്മയുള്ള എല്ലാ കോളേജ് കുട്ടികളും അച്ഛന്മാരും ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നതിന് ഞങ്ങളെല്ലാവരും സന്തോഷിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് വന്നതാണ് ഇവിടെ. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇവിടെ വന്നതിൽ. ഈ കൂട്ടായ്മയിലും ഇവിടെ വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. നല്ല ആഘോഷമായ സ്ഥലങ്ങളാണിത്. വളരെ നന്ദി. ഇന്ന് പിറന്നാളാണ്. ഫെർണാണ്ടസ് ചേട്ടൻ്റെ ഓർമ്മ പുസ്തകം എത്ര തിരഞ്ഞാലും പിറന്നാളിൻ്റെ ഇതളുകൾ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. ഓർക്കുവാൻ ആരുമില്ലാത്തവർക്ക് എന്തു പിറന്നാൾ? ലുലു മാളിൻ്റെ അധികൃതരും ഈ കുട്ടികളുടെ ഉദ്യമത്തിന് പൂർണ്ണ പിന്തുണയുമായെത്തി. അതിഥികൾക്കെല്ലാവർക്കും പുത്തൻ ഉടുപ്പുകൾ വിതരണം ചെയ്തു. ഒരിക്കലും മനസ്സിൽ കരുതാത്ത, സ്വപ്നം പോലും കാണാത്ത ഒരു ദിനം. ജീവിതത്തിൽ ഇനിയും ആരൊക്കെയോ കൂടെയുണ്ടെന്ന് തോന്നിച്ച നിമിഷങ്ങൾ. സന്തോഷമടക്കാനാവാതെ അമ്മമാർ വിങ്ങിപ്പൊട്ടി. സ്വന്തം മക്കൾ ചെയ്യാത്ത കാര്യങ്ങൾ തങ്ങൾക്കായി ചെയ്തു തന്ന തണൽമരത്തിലെ കുട്ടികളെ മാറോട് ചേർത്ത് പിടിച്ചവർ കരഞ്ഞു. ഈ കൂട്ടായ്മ എന്നും നിലനിൽക്കട്ടെ എന്ന് പലരും ആഗ്രഹം പറഞ്ഞു. നിറഞ്ഞ മനസ്സോടെ, ഒരുപാട് വാത്സല്യത്തോടെ, സ്വന്തം മക്കളെ വിട്ടുപിരിയുന്ന വേദനയോടെ, തങ്ങൾക്കു ലഭിച്ച പുത്തനുടുപ്പും കൈകളിൽ പിടിച്ച് വിസ്മയ കാഴ്ചകളുടെ മായാലോകത്തിൽ നിന്നും പതുക്കെ അവർ നടന്നു നീങ്ങി. വീണ്ടും തണൽമരത്തിലേക്ക് വരാമെന്ന പ്രതീക്ഷയോടെ.